നിനക്ക് ഈ വീട്ടിൽ ഇതിനു വേണ്ടി എന്ത് പണിയാണുള്ളത് എന്ന് ചോദിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് അമ്മയില്ലാത്തൊരു ദിവസമായിരുന്നു. ഞാനാണ് അടുക്കളയിൽ കയറിയത്. സാധാരണ വീട്ടില് എല്ലാ ദിവസവും 10 മണിയാകുമ്പോഴേ അടുക്കളയുടെ കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്നതാണ്. പക്ഷെ ഞാൻ കയറിയത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ലേറ്റായി എല്ലാ കാര്യങ്ങളും ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. കുക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ ഭയങ്കര സ്ലോ ആണ്. ചെറുപ്പത്തിലൊക്കെ അമ്മേനെ സഹായിക്കാൻ വേണ്ടി അമ്മ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്കെങ്ങും പറ്റത്തില്ല, അമ്മ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്താൽ മതിയെന്ന്. പക്ഷെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റലും ജോലി സ്ഥലങ്ങളും അങ്ങനെ മാറി മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ചെയ്യുന്നതിൻ്റെയൊക്കെ ജോലിയുടെ വാല്യൂ അപ്പോഴാണ് മനസ്സിലായത് എനിക്ക്. ഒറ്റയ്ക്കാണെങ്കിലും ഒരുപാട് പേരുണ്ടെങ്കിലും ജോലികളുടെ അളവൊന്നും കുറയത്തില്ല. എൻ്റെ അഭിപ്രായത്തിലേ എല്ലാ കുട്ടികളും ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ചെയ്ത് പഠിക്കുക മാത്രമല്ല, മാതാപിതാക്കൾ ചെയ്ത് പഠിപ്പിക്കുകയും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക കുട്ടികളും ചെറുപ്പം മുതലേ എല്ലാ ജോലികളിലും വീട്ടിലെ അച്ഛനമ്മമാരെ സഹായിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം നാളെ ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നമുക്ക് സെൽഫായിട്ടൊരു സർവൈവൽ അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. പൊതുവെ അടുക്കള പണികൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്പീഡ് കുറവാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്നായിരിക്കും ചെയ്യുക. ഞാൻ ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിയേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. എത്ര സുഖമില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാര് അടുക്കളയിൽ കയറാതിരുന്നിട്ടില്ല. പക്ഷെ ഞാനൊക്കെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ സ്വിഗ്ഗിയോ സൊമാറ്റോ ആണ് എടുക്കുന്നത്. നിങ്ങളും എന്നെ പോലെയാണോ? എനിക്ക് കമന്റ്സിലോട്ടൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ കഥകളും ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാമേ.